ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാറൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നുറുക്ക് ഗോതമ്പ് എന്തായാലും കാണും. റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നു നുറുക്ക് ഗോതമ്പ്. അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്തതാണ്. ശർക്കര പാനിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പകുതി മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക, നെയ്യും. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 1 മണിക്കൂർ കുതിർത്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പശുവിൻ പാൽ ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ കൂടെ ചേർത്ത് ചൂടാകി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം. വേറൊരു പാൻ വെച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൺ.